വിവരാവകാശ നിയമത്തിന്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വകുപ്പ് 6ആണ്. വകുപ്പ് 6ലാണ് അപേക്ഷയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ വിവരം ലഭിക്കുന്നതിന് അപേക്ഷ കൊടുക്കണമല്ലോ. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് 6ാമത്തെ വകുപ്പിൽ പറയുന്നത്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 6. ഓക്കെ, അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട മാതൃകയൊന്നുമില്ല. നമ്മൾ വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്താലും മതി, നമുക്ക് എന്ത് കിട്ടും? വിവരം കിട്ടും. അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട മാതൃകയില്ല. അതുപോലെ തന്നെ അപേക്ഷകനെ ബന്ധപ്പെടുവാൻ ആവശ്യമായ വിവരം അപേക്ഷകൻ നൽകിയിരിക്കണം. ഇപ്പം ഞാനാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തിരിച്ച് എനിക്ക് റിപ്ലൈ തരാനായിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? ഞാൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. എന്നെ ബന്ധപ്പെടുവാൻ ആവശ്യമായ വിവരം അപേക്ഷകൻ നൽകിയിരിക്കണം. എന്നാൽ വിവരം തേടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. ഞാനിപ്പോൾ എന്തിനാണ് വിവരം ചോദിക്കുന്നത്, ഈ വിവരം എനിക്ക് എന്തിനാണ്, അതൊന്നും ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അപേക്ഷയിൽ അപേക്ഷകനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് മാത്രം വെച്ചാൽ മതി. അല്ലാതെ എന്തിനാണ് നമ്മൾ ഈ വിവരം ആവശ്യപ്പെടുന്നതെന്നൊന്നും സാധാരണഗതിയിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യം ഇല്ല. അതുപോലെ തന്നെ അപേക്ഷ ഫീസ് മുമ്പ് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം എത്ര രൂപയാണ് ഫീസ് എന്ന് ശ്രദ്ധിക്കണം. 10 രൂപയാണ് എന്ത്? അപേക്ഷാ ഫീസ്. അപ്പോൾ അപേക്ഷ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 10 രൂപയാണ് കേട്ടോ. ഇപ്പോൾ 10 രൂപ നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കണം? കോർട്ട് ഫീസ് സ്റ്റാമ്പായി കൊടുക്കാം, അല്ലെങ്കിൽ ട്രഷറി ചെല്ലാൻ, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ബാങ്കേഴ്സ് ചെക്ക്, പേ ഓർഡർ എന്നീ വിഭാഗങ്ങളിൽ എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാം. അടുത്തത് ശ്രദ്ധിക്കണം, BPL വിഭാഗത്തിന് എന്തില്ല? ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിന് ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? BPL വിഭാഗമാണ്. ഇനി എങ്ങാനും പരീക്ഷയ്ക്ക് SC ST ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്ങാനും സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഓർക്കണം, അവരൊന്നും അല്ല ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ്? BPL വിഭാഗമാണ് വിവരാവകാശ നിയമത്തിന്റെ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. നോക്കിയേ, BPL വിഭാഗത്തിന് സൗജന്യമായി ലഭിക്കുന്ന പേപ്പറുകളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 20 പേപ്പർ മാത്രമേ ആർക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ? BPL വിഭാഗത്തിന്. ഇപ്പോൾ 10 രൂപയെന്നാണ് അവർ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ആ 10 രൂപയ്ക്ക് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എത്ര പേപ്പറിന് മാത്രമാണ്? 20 പേപ്പർ വരെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ കൂടുതൽ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ അവരും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കി, അപേക്ഷാ ഫീസ് ഓഫീസിൽ നേരിട്ട് അടയ്ക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപന മേധാവി നിശ്ചയിക്കുന്ന രീതിയിലാണ് ഫീസ് അടയ്ക്കാനുള്ളത്. അപ്പം എങ്ങനെയൊക്കെ ഫീസ് അടയ്ക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതായത് കോർട്ട് ഫീസ് സ്റ്റാമ്പായിട്ടോ ട്രഷറി ചെല്ലാനോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യാം. അതിന് കുഴപ്പമില്ല. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥാപന മേധാവി തീരുമാനിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവർ നേരിട്ട് 10 രൂപ അടയ്ക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ 10 രൂപ അങ്ങനെ കൊടുക്കണം. ചെല്ലാനായിട്ട് കൊടുക്കാൻ പറയുവാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അതായത് സ്ഥാപന മേധാവി തീരുമാനിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാം. ഇനി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ ബാങ്കേഴ്സ് ചെക്കായിട്ടോ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറായോ ഫീസ് എന്ത് ചെയ്യാം? അടയ്ക്കാം. ഈ പോസ്റ്റൽ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളത് സംസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പോസ്റ്റൽ ഓർഡർ പറഞ്ഞില്ല. കാരണം പോസ്റ്റിലൊക്കെ എവിടെ വരുന്ന യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അപ്പം അതിന്റെ വരുമാനമൊക്കെ കേന്ദ്ര സർക്കാരിനാണ് കിട്ടുന്നത്. അപ്പം അതാത് സർക്കാരിന് ആ പൈസ കിട്ടുന്ന രീതിയിൽ 10 രൂപ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഫീസ് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഈ പേ ഓർഡർ എവിടെ മാത്രമേ വരത്തുള്ളൂ? അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റൽ ഓർഡർ ആയിട്ട് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സർക്കാരിൻ്റെ പോർട്ടലായ RT.gov.in വഴി അപേക്ഷ എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫീസ് ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ മറ്റ് പേയ്മെൻറ്റ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അപേക്ഷയിൽ എന്തിനു വേണ്ടിയാണ് വിവരം തേടുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അപേക്ഷയിൽ എന്ത് വ്യക്തമായിട്ട് പറയണം? ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ, എന്ത് വിവരമാണ് നമ്മൾ ചോദിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം. എന്നാലല്ലേ അവർക്ക് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അപേക്ഷകനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്ത് വിവരം, തേടുന്ന വിവരത്തെക്കുറിച്ച് വ്യക്തമായ വിവരണം അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയണം, ഇന്ന വിവരമാണ് നമ്മൾ ചോദിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യക്തമായ വിവരത്തെക്കുറിച്ച് എന്ത് വിവരമാണോ നമ്മൾ തേടുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപേക്ഷയിൽ പറഞ്ഞിരിക്കണം. വിവരങ്ങൾ വ്യക്തമല്ലെങ്കിൽ അത് വ്യക്തമാക്കുവാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷകനോട് ആവശ്യപ്പെടാം. നമ്മൾ പറയുന്ന വിവരം അല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മളോട് ചോദിക്കാം, എന്ത് വിവരമാണ് നിങ്ങൾ ചോദിച്ചതെന്നുള്ളത് ചോദിക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപേക്ഷ സ്വീകരിച്ച ഓഫീസിൽ, അതായത് പൊതു അധികാര സ്ഥാപനത്തിൽ വിവരം ലഭ്യമല്ലാതിരിക്കുകയോ മറ്റൊരു പൊതുസ്ഥാപനവുമായി കൂടുതൽ ബന്ധപ്പെട്ടതാണെങ്കിലോ പ്രസ്തുത ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 5 ദിവസത്തിനുള്ളിൽ, 5 ദിവസം ശ്രദ്ധിക്കണം, 5 ദിവസത്തിനുള്ളിൽ അയച്ചു നൽകേണ്ടതും ഇക്കാര്യം ഉടൻ തന്നെ അപേക്ഷകനെ അറിയിക്കേണ്ടതുമാണ്. അതായത് ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. പക്ഷെ ഞാൻ ചോദിച്ച വിവരം ആ സ്ഥാപനത്തിലല്ല, വേറൊരു പൊതു അധികാര
സ്ഥാപനവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ പ്രസ്തുത അപേക്ഷ 5 ദിവസത്തിനുള്ളിൽ, 5 ദിവസം ശ്രദ്ധിക്കണം, എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷ അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ളതെന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. 5 ദിവസത്തിനുള്ളിൽ മറ്റേ സ്ഥാപനത്തിലോട്ട്, ഏത് സ്ഥാപനവുമായിട്ടാണോ ആ വിവരമുള്ളത് ആ സ്ഥാപനത്തിലോട്ട് അയച്ചു കൊടുക്കുകയും അതുടൻ തന്നെ അപേക്ഷകന് അറിയിക്കുകയും ചെയ്യണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതലയാണ്. അപ്പം നമ്മൾ കൊടുത്ത സ്ഥാപനത്തിലല്ല വിവരം ഉള്ളതെങ്കിൽ അപേക്ഷ നമുക്കല്ല തിരിച്ചു തരുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 5 ദിവസത്തിനുള്ളിൽ അപേക്ഷ എന്ത് ചെയ്യണം, ആ ഏത് സ്ഥാപനത്തിലാണോ ആ വിവരം ഉള്ളത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഉടൻ തന്നെ അത് എന്ത് ചെയ്യുകയും വേണം, നമ്മൾ അറിയിക്കുകയും വേണം. അടുത്ത നോക്കിയേ, അപേക്ഷ സ്വീകരിച്ച് കഴിയുന്നത്ര വേഗത്തിൽ നടപടികൾ ആരംഭിക്കുകയും അപേക്ഷ സ്വീകരിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുമാണ്. അപ്പോൾ 30 ദിവസം ശ്രദ്ധിക്കണം. നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് വിവരം കിട്ടുന്നത്? ഇതൊക്കെ നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും, വിവരങ്ങൾ ലഭ്യമാക്കുകയും അല്ലെങ്കിൽ നിശ്ചിത ഫീസ് അടയ്ക്കുന്ന പക്ഷം വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇന്ന് അപേക്ഷ കൊടുത്ത് നാളെയാണ് ഫീസ് കൊടുക്കുന്നതെങ്കിൽ നാളെ തൊട്ട് 30 ദിവസത്തിനുള്ളിൽ, എപ്പോഴാണോ നമ്മൾ ഫീസ് അടയ്ക്കുന്നത് ആ സമയം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, വിവരം നൽകണം. അവിടെ ശ്രദ്ധിക്കണം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിലാണ് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ കിട്ടുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒഴിവ് ദിനങ്ങൾ ഒഴിവാക്കാതെ തന്നെയാണിത് കണക്കാക്കുക. അതായത് ഈ 30 ദിവസം കണക്കാക്കുന്നതിനുള്ളിൽ സാറ്റർഡേയോ സെക്കൻഡ് സാറ്റർഡേയോ സൺഡേയോ ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കത്തില്ല. ഇതെല്ലാം ഈ അവധി ദിവസങ്ങളെല്ലാം കൂട്ടിയാണ് എത്ര ദിവസം കണക്കാക്കുന്നത്, 30 ദിവസം കണക്കാക്കുന്നത്. ഇനി നമ്മൾ വേറെ ചില നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ സേവനാവകാശം പോലുള്ള നിയമങ്ങളിൽ അവിടുത്തെ ഈ പരിധി കണക്കാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒഴിവ് ദിവസങ്ങൾ ഒഴിവാക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടില്ലാത്ത നിയമം ഏതാണെന്ന് ഓർക്കണം, വിവരാവകാശ നിയമമാണെന്ന് ഓർക്കണം. ഒഴിവ് ദിനങ്ങൾ ഒഴിവാക്കാതെയാണ് ഈ 30 ദിവസം കണക്കാക്കുന്നത്. ഇപ്പം സമയപരിധിയുണ്ട്, 30 ദിവസമാണെന്ന് ഓർക്കണം. അടുത്ത് നോക്കിക്കേ, വിവരാവകാശ അപേക്ഷയിൽ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കേണ്ടതില്ല. അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ എന്ത് വിവരമാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഞാൻ ഈ വിവരം ചോദിക്കുന്നതെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അപേക്ഷയിൽ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം, ജീവൻ എന്നിവ സംബന്ധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കേണ്ട വിവരങ്ങളാണെങ്കിലോ പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങളാണെങ്കിലോ, അപ്പൊ 2 സാഹചര്യങ്ങൾ ഓർക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, ജീവനും സംബന്ധിക്കുന്ന വിവരങ്ങളും വ്യക്തി സ്വാതന്ത്ര്യം അതൊക്കെ സംബന്ധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂറിനുള്ളിൽ കിട്ടും? 48 മണിക്കൂറിനുള്ളിൽ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുക വിവരാവകാശ നിയമപ്രകാരം ഈ ഹോസ്പിറ്റലിൽ ഇതിനുള്ള ചികിത്സ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണോ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നാൽ പോരാ. അത് എത്ര മണിക്കൂറിനുള്ളിൽ തരണം? 48 മണിക്കൂർ. ഇനി 2 ഡേയ്സ് ഓർക്കണം കേട്ടോ. എങ്ങാനും പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 ഡേയ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മണിക്കൂർ പഠിച്ചു വരുമ്പോഴത്തേക്ക് ദിവസം മറക്കരുത്. 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലാണ് അത് കിട്ടാനുള്ളത്. അതുപോലെ തന്നെ പൊതു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ, നേരത്തെ നമ്മൾ വിവരത്തിന്റെ അവിടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും ഒരു പൊതു അധികാരിക്ക് അക്സസ് ചെയ്യാൻ കഴിയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സാധാരണ നമുക്ക് പൊതു താല്പര്യത്തിന്റെ പുറത്തൊക്കെ ആണെങ്കിൽ ആരുടെ വിവരവും ചോദിക്കാൻ പറ്റും? സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും ചോദിക്കും. അപ്പം അങ്ങനെ പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്ന വിവരങ്ങളാണെങ്കിലോ അത് തെളിയിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്തിനാണ് വിവരം ആവശ്യപ്പെടുന്നതെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. എന്നാൽ 2 സാഹചര്യങ്ങൾ ഓർക്കണം. വ്യക്തി സ്വാതന്ത്ര്യം, ജീവൻ എന്നിവ സംബന്ധിക്കുന്ന 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ട വിവരങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങളാണെങ്കിലോ അത് തെളിയിക്കുന്ന രേഖ എന്ത് ചെയ്യണം? നമ്മൾ അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. അടുത്തോക്കെ, ഏതൊരു വിവരവും 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയില്ലെങ്കിൽ മനഃപൂർവ്വം നൽകാത്തതാണെന്ന് അനുമാനിക്കുകയും അപേക്ഷകൻ ആവശ്യപ്പെട്ട മുഴുവൻ വിവരവും എന്ത് ചെയ്യണം? സൗജന്യമായി നൽകേണ്ടതാണ്. ഇതോർക്കണം. സാധാരണ നമ്മൾ അപേക്ഷ ഫീസ് പറഞ്ഞു 10 രൂപയാണ് എന്ത് ചെയ്യാനുള്ളത്? അപേക്ഷ ഫീസായിട്ട് കൊടുക്കാനുള്ളത്. അതൊരു പ്രീവിയസ് ആണ്, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ അല്ലെങ്കിൽ വിവരം ഫ്രീ ആയിട്ട് കിട്ടുന്നത്? അതിലൊരു സാഹചര്യം ഇതാണ്. 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് നൽകിയില്ല എങ്കിൽ, വിവരം നൽകിയില്ല എങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ വിവരവും എന്തായിട്ട് നൽകണം? സൗജന്യമായി നൽകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു BPL വിഭാഗത്തിനാണ് എന്തില്ലാത്തത്? ഫീസ് ഇല്ലാത്തത്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ ഓർക്കണം. ഒന്ന് BPL, പിന്നൊന്ന് 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച മുഴുവൻ വിവരങ്ങളും സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. ഇതൊക്കെ
അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. അപേക്ഷയിൽ ആവശ്യപ്പെട്ട വിവരം അതേ ഓഫീസിലെ മറ്റൊരു സെക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരം വിവരം അടങ്ങുന്ന ഫയല്, രജിസ്റ്റർ മുതലായവ ഹാജരാക്കുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബന്ധപ്പെട്ട സെക്ഷനുകൾക്ക് രേഖാമൂലം നിർദ്ദേശം നൽകുക. അതായത് നമ്മൾ കൊടുത്ത ഓഫീസിലെ വേറൊരു സെക്ഷനുമായി ബന്ധപ്പെട്ട വിവരമാണ്, അല്ലെങ്കിൽ ആ വിവരം വേറെ സെക്ഷനിലാണുള്ളതെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? ആ ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് ആ വിവരം എടുപ്പിച്ചിട്ട് നമുക്ക് നൽകണം. നമ്മൾ നേരത്തെ ഒരു 5 ദിവസത്തിന്റെ കാര്യം പറഞ്ഞു. വേറൊരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? 5 ദിവസത്തിനുള്ളിൽ അപേക്ഷ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ആ ഓഫീസിലെ വേറൊരു സെക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിവരം അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നൽകണം. അപ്പൊ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. വേറൊരു ഓഫീസാണെങ്കിൽ അങ്ങോട്ട് 5 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. ആ ഓഫീസിലെ വേറൊരു സെക്ഷൻ ആണെങ്കിൽ അവിടെ നിന്ന് വിവരം എടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നൽകണം. അടുത്ത് നോക്കിക്കേ, അപേക്ഷകന് അപേക്ഷ തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ആര് ചെയ്തു കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതൊക്കെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അപേക്ഷകനോ അല്ലെങ്കിൽ ഒരു ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷകനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സഹായവും ആര് ചെയ്തു കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ വാക്കാലുള്ള അപേക്ഷ ലിഖിതമാക്കുന്നതിനുള്ള ന്യായമായ എല്ലാ സഹായവും ആര് ചെയ്തു കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല വരുന്നതാണ്. വിവരം നൽകുക എന്നുള്ളത് മാത്രമല്ല അയാളുടെ ചുമതല വരുന്നത്. ഇതെല്ലാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതലയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷ നമുക്ക് ഏതൊക്കെ ഭാഷയിൽ കൊടുക്കാം എന്നുള്ളത് ശ്രദ്ധിക്കണം. 3 ലാംഗ്വേജസ് ആണ് അവിടെ വരുന്നത്. ഏതൊക്കെ ലാംഗ്വേജ് ആണ്? ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രാദേശിക ഭാഷയിലോ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഭാഷയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷ. അപ്പോൾ ഈ 3 ഹെഡിങ്ങിനെ എടുത്ത് തന്നെ ഓർക്കണം. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ കൊടുക്കാം. തമിഴ്നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലോ. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക ഭാഷയിലും കൊടുക്കാം. പിന്നെ ഏതിൽ കൊടുക്കാം? ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുക്കാം. അപേക്ഷ എഴുതിയോ ഇലക്ട്രോണിക് രൂപത്തിലോ എന്ത് ചെയ്യാൻ കൊടുക്കാം? നമുക്ക് വേണമെങ്കിൽ എഴുതി അപേക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം, ഇലക്ട്രോണിക് രൂപത്തിൽ കൊടുക്കാം. എങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? അപേക്ഷ സ്വീകരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ ഫീസുകളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷാ ഫീസാണ് 10 രൂപ. അതുകൂടാതെ നമ്മൾ ആ വിവരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവ്, അതായത് പേപ്പർ കോസ്റ്റ് ആണെങ്കിലോ CD ഫ്ലോപ്പിയിലൊക്കെ ആണെങ്കിലോ അതിൻ്റെ ചെലവ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് എത്രയാണെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും, അതായത് നമ്മുടെ കേരള സർക്കാരിനും 2 ഫീസാണ് വരുന്നത്. നമ്മൾ 2 ഓർക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ഫീസ് വന്നതെന്ന് സംശയം വരരുത്. അതായത് ഈ നിയമത്തിന്റെ 27ാമത്തെ വകുപ്പിനകത്ത് പറയുന്നുണ്ട് അതാത് സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ 2006 കേരള സർക്കാർ നിർമ്മിച്ച ഒരു ചട്ടം വഴി എന്ത് ചെയ്തിട്ടുണ്ട്? കേരള ഗവൺമെന്റ് ഫീസിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, A4 സൈസ് പേപ്പറിന് കേന്ദ്രത്തിലാണെങ്കിൽ 2 രൂപയാണ്, നമുക്ക് എത്ര രൂപയാണ്? 3 രൂപ ആണ്. A3 സൈസ് പേപ്പർ വരുമ്പോൾ 2 സ്ഥലത്ത് ഒരുപോലെയാണ് ചെലവാകുന്ന പൈസ. പേപ്പറിന് എത്ര രൂപയാണോ ചെലവാകുന്നത് അത് നമ്മൾ കൊടുക്കണം. നോക്കിയേ, ഫ്ലോപ്പി CD ആണെങ്കിൽ കേന്ദ്രത്തിൽ 50 രൂപയാണ്, നമുക്ക് കേരളത്തിൽ എത്ര രൂപയാണ്? 75 രൂപയാണ്. ഇനി നേരിട്ട് പരിശോധിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ വിവരാവകാശം പറഞ്ഞപ്പോൾ തന്നെ നേരിട്ട് പരിശോധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. നേരിട്ട് പരിശോധിക്കാനുള്ള ഫീസ് എങ്ങനെയാണ്? ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. പിന്നെയുള്ള ഓരോ അരമണിക്കൂറിനും 10 രൂപ വെച്ച് കൊടുക്കണം. അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കേരളത്തിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ബോക്സ് അതുപോലെ അങ്ങ് കാണാതെ പഠിക്കുക. നോക്കേ, നമുക്ക് 7ാമത്തെ വകുപ്പിലോട്ട് പോകാം. 7ാമത്തെ വകുപ്പിലാണ് അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പറയുന്നത്. 6 അപേക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്, 7 അപേക്ഷയുടെ തീർപ്പാക്കൽ. അപേക്ഷയുടെ തീർപ്പാക്കലിനകത്ത് എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് വിവരം നൽകുന്നതെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും? 30 ദിവസത്തിനുള്ളിൽ കിട്ടും. അപേക്ഷയിൽ തീർപ്പാക്കണം. അതുപോലെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 35 ദിവസമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു, നേരത്തെ പറഞ്ഞതാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് വിവരം നൽകത്തില്ല. അദ്ദേഹം എന്ത് ചെയ്യും? അപേക്ഷ മേടിച്ചിട്ട് ആർക്ക് കൊടുക്കും? 5 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. 5 ദിവസം കൂടെ കൂട്ടിയാണ്. എത്ര ദിവസത്തിനുള്ളിലേ നമുക്ക് വിവരം കിട്ടത്തുള്ളൂ? 35 ദിവസം. അതായത് വിവരം നമുക്ക് തരുന്നത് ആര് തന്നെയായിരിക്കും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്നെ ആയിരിക്കും. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 5 ദിവസം കൊണ്ട് അപേക്ഷ ആർക്ക് കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കണം. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ദിവസം എടുക്കും? 35 ദിവസം എടുക്കും. നോക്കിയ, ഒരു വ്യക്തിയുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഖനിക്കുന്നതാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ കിട്ടണം? 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം. 2 ദിവസം എന്ന് വന്നാലൊന്നും സംശയം വരരുത്. 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം.
ഇനി ഒരു കാര്യം കൂടെ ഈ വകുപ്പിൽ പറയുന്നുണ്ട്. 7ാമത്തെ വകുപ്പിൽ തന്നെയാണ് പറയുന്നത്, ഏത് രീതിയിലാണോ നമ്മൾ വിവരം ആവശ്യപ്പെട്ടാലും ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വിവരം ലഭ്യമാക്കണം. ഏത് രീതിയിലാണോ നമ്മൾ വിവരം ചോദിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മറുപടിയും ലഭിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് മറുപടി കിട്ടും. നമ്മൾ എഴുതി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എഴുതി നമുക്ക് എന്ത് കിട്ടും, മറുപടി കിട്ടും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിലെ PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ്. കാരണം പലതവണ ഇവിടുന്ന് പല തിരിച്ചും മറിച്ചും ഒക്കെ ഈ സെക്ഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സെക്ഷനാണ് സെക്ഷൻ 8. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്, 8ാമത്തെ സെക്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. എന്നാൽ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വിവരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ 2ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് 2ാമത്തെ ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഏതൊരു പൊതു അധികാര സ്ഥാപനത്തിൽ നിന്നും നമ്മൾ 8ാമത്തെ സെക്ഷനിൽ പറയുന്ന വിവരങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വിവരങ്ങൾ കിട്ടത്തില്ല. അതായത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്, 8ാമത്തെ സെക്ഷൻ. അപ്പൊ സെക്ഷൻ വരുമ്പോൾ ഓർക്കണം, 8ാമത്തെ സെക്ഷനിലും 9ാമത്തെ സെക്ഷനിലും ഒഴിവാക്കലിനെ കുറിച്ചാണ് പറയുന്നത്. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ 2 സെക്ഷൻസ് ആണ് ഏത് ഒഴിവാക്കിയിട്ടുള്ളത്. 8ാമത്തെ സെക്ഷനും 9ാമത്തെ സെക്ഷനിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മൾ 2ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞ എന്താണ്, 2ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞതാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഈ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ ഈ നിയമത്തിലുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, 24ാമത്തെ സെക്ഷനിലാണ് കേട്ടോ. അപ്പൊ ഒഴിവാക്കൽ വരുമ്പോൾ നമ്മൾ ഇത്രോ സെക്ഷൻ ഓർക്കണം. 8ലും 9ലും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ ഷെഡ്യൂളിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ആ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 24. അപ്പൊ ഇത്രോ സെക്ഷനാണ് ഇവിടെ എന്തിനെ കുറിച്ച് വരുന്നത്, ഒഴിവാക്കലിനെ കുറിച്ച് വരുന്നത്. അതിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് 8ാമത്തെ സെക്ഷനാണ്. 8ാമത്തെ സെക്ഷനിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് വിവരങ്ങളുണ്ട്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പോയിട്ടും ഈ വിവരങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കിട്ടത്തില്ല, നമുക്ക് വിവരങ്ങൾ കിട്ടത്തില്ല. അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് ഏത്, 8ാമത്തെ സെക്ഷൻ. ഇനി 8ാമത്തെ സെക്ഷനിൽ എന്താണ് ഒഴിവാക്കിയതെന്ന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം അതുപോലെ കാണാതെ പഠിക്കണം. ഇവിടുന്ന് തിരിച്ചും മറിച്ചും ഒക്കെ PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നല്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്ന സെക്ഷനാണ്. ഇതിനകത്ത് പറയുന്ന ഓരോ പോയിന്റും ഇതുപോലെ തന്നെ കാണാതെ പഠിക്കണം. അപ്പൊ ഒന്നാമത് നോക്കിക്കേ, ഒന്നാമതായിട്ട് ഒഴിവാക്കിയിട്ടുള്ള വിവരമാണ് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പ്രേരകമാകുന്ന വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഓർക്കണം, ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷിതത്വം, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി, ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതുപോലെ തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ഒക്കെ ഹാനികരമായിട്ട് ബാധിക്കുന്ന വിവരങ്ങളൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന് പ്രേരകമായി തീരുന്ന വിവരങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ഇനി അടുത്ത് നോക്കിക്കേ, ഏതെങ്കിലും കോടതിയാലോ ട്രിബ്യൂണലിലാലോ ഏതെങ്കിലും വിവരം വെളിപ്പെടുത്തുന്നത് പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി അലക്ഷ്യമായി തീരുമെങ്കിൽ, ഇപ്പൊ കോടതി അലക്ഷ്യം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം, കോടതി അലക്ഷ്യമായി തീരുമെങ്കിൽ, കോടതി വിലക്കിയിട്ടുള്ള ഒരു വിവരം നൽകി കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമല്ലേ. അപ്പൊ അങ്ങനെ കോടതി അലക്ഷ്യമായി തീരുന്ന വിവരം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഇനി അടുത്ത് നോക്കിക്കേ, വിവരം വെളിപ്പെടുത്തുന്നത് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷാധികാരത്തിന്റെ ലംഘനമായി തീരുമെങ്കിൽ അത്തരം വിവരങ്ങളും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ല. അപ്പൊ പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും ഒക്കെ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. അതിനെ ഹാനികരമായിട്ട് ബാധിക്കുന്ന വിവരങ്ങളൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം, ഇത് കുറേ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൂന്നാം കക്ഷി ആരാന്ന് നമ്മൾ ഇനി പഠിക്കും. ഈ നിയമത്തിന്റെ 11ാമത്തെ സെക്ഷനിലാണ് മൂന്നാം കക്ഷിയെ കുറിച്ച് പറയുന്നത്. അതായത് മൂന്നാം കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം കക്ഷി എന്ന് പറയുന്നത് എപ്പോഴും അപേക്ഷകനായിരിക്കും, രണ്ടാം കക്ഷി എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും. അപ്പോൾ അപേക്ഷിക്കുന്ന ആളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അല്ലാതെ ഈ വിവരവുമായി ബന്ധപ്പെട്ട മൂന്നാമതൊരാളെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത് മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു PWDയിൽ ഒരു അപേക്ഷ വെക്കുവാണ്, ഒരു റോഡിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് അറിയണം. ഇപ്പോൾ റോഡിന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ PWDയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ ആ റോഡ് നിർമ്മിച്ച കോൺട്രാക്ടർ ആയിരിക്കത്തില്ല അതുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. അപ്പോൾ കോൺട്രാക്ടർ കയ്യിലായിരിക്കും അതിന് ചിലവൊക്കെ ഉള്ളത്. അപ്പോൾ കോൺട്രാക്ടർ ആരായിട്ട് വരും അവിടെ? മൂന്നാം കക്ഷിയായിട്ട് വരും. നമുക്ക് പുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ വിവരവുമായിട്ട് എന്തുണ്ട്? പുള്ളിക്ക് ബന്ധമുണ്ട്. അപ്പം അങ്ങനെ അപേക്ഷിക്കുന്ന ആളല്ലാതെ ഈ വിവരവുമായി ബന്ധമുള്ള മൂന്നാമതൊരാളെയാണ് ആരെന്ന് പറയുന്നത്? മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. അപ്പം മൂന്നാം കക്ഷിയുടെ വിവരങ്ങളാണ് അടുത്തതായിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. നോക്കിയേ, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ മൂന്നാം കക്ഷിയുടെ മത്സര സ്വഭാവത്തിന് ദോഷം ചെയ്യുമ്പോൾ വിവരം എന്ത് ചെയ്യേണ്ട കാര്യമില്ല? വെളിപ്പെടുത്തേണ്ടതില്ല. അതായത് വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും, ട്രേഡ് സീക്രട്ട്, പാറ്റന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ പറയും, പാറ്റന്റ് റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂന്നാം കക്ഷിയുടെ മത്സര സ്വഭാവത്തിന് ദോഷം ചെയ്യുമ്പോൾ വിവരം എന്ത് ചെയ്യേണ്ട കാര്യമില്ല? വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ല. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ യോഗ്യതാ അധികാരിയുടെ വിദഗ്ധ അഭിപ്രായത്തെ തുടർന്ന് പൊതു താല്പര്യ സംരക്ഷണാർത്ഥം പ്രസ്തുത വിവരങ്ങൾ എന്ത് ചെയ്യാം? നൽകാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വിവരാവകാശ നിയമത്തിൽ എപ്പോഴും പൊതു താല്പര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് കുറേ ആൾക്കാർ കൂട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിവരം കിട്ടും. ഇപ്പൊ സാധാരണഗതിയിൽ മൂന്നാം കക്ഷിയുടെ വ്യാപാര വാണിജ്യ രഹസ്യങ്ങളും ഭൗതിക സ്വത്തവകാശം ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷിയുടെ മത്സര സ്വഭാവത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ എന്തുണ്ടെങ്കിൽ നമുക്ക് കിട്ടും? പൊതു താല്പര്യം ഉണ്ടെങ്കിൽ യോഗ്യതാ അധികാരിയുടെ, നമ്മൾ നേരത്തെ 2E പറഞ്ഞില്ലേ, ക്ഷമതയുള്ള അധികാര സ്ഥാനം ഓരോ സ്ഥലത്തും. അപ്പൊ ആ യോഗ്യതാ അധികാരിയുടെ വിദഗ്ധ അഭിപ്രായത്തെ തുടർന്ന് പൊതു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാം കക്ഷിയുടെ മത്സര സ്വഭാവത്തിന് കാരണമാകുന്ന വിവരങ്ങളാണെങ്കിലും നൽകാമെന്നുള്ള കാര്യം ഓർക്കണം. അടുത്ത് നോക്കിക്കേ, പരസ്പര വിശ്വാസത്തിന്മേൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ യോഗ്യതാ അധികാരിയുടെ പൊതുതാൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തേണ്ടതാണെന്ന് ബോധ്യപ്പെടാത്ത സാഹചര്യത്തിൽ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല. അതായത് പരസ്പര വിശ്വാസത്തിന്മേൽ നൽകിയിരിക്കുന്ന കാര്യമാണ്, രഹസ്യ സ്വഭാവമുള്ള കാര്യമായിരിക്കും, നമ്മളത് ഒരിക്കലും പുറത്തോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നൽകിയിരിക്കുന്ന വിവരമായിരിക്കും. അങ്ങനെയുള്ള വിവരത്തിൽ ഒരു പൊതു താല്പര്യവും ഇല്ലെങ്കിൽ ആ വിവരം എന്ത് ചെയ്യത്തില്ല? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അടുത്ത നോക്കിയ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ, അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളാണ്. അതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അത്തരം വിവരങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, നിയമവാഴ്ചയ്ക്ക് സഹായം നൽകിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനെയോ അപകടകരമായി തീരാവുന്ന വിവരങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ നൽകിയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവനോ സ്വത്തിനോ എന്തെങ്കിലും അപകടം വരുമെങ്കിൽ ആ വിവരങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അടുത്ത് നോക്കിയേ, ക്രിമിനൽ കേസ് അന്വേഷണത്തിന്റെയോ കുറ്റവാളിയുടെയോ അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും, ക്രിമിനൽ കേസുകളോ മറ്റോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പ്രീവിയസ് ആണ്, മുമ്പ് ഇവിടുന്ന് നല്ല ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, മന്ത്രിസഭാ തീരുമാനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഫയലുകളിൽ നിന്നും ഗവൺമെന്റ് സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള രേഖകളും ഫയലുകളും സംബന്ധിച്ച വിവരം വെളിപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പ്രസ്തുത വിഷയത്തിന്മേൽ മന്ത്രിസഭ അന്തിമ തീരുമാനം എടുത്തതിന് ശേഷമോ അഥവാ പ്രസ്തുത വിഷയം പൂർണ്ണമായതിനു ശേഷമോ വിവരം നൽകാവുന്നതാണ്. മുമ്പ് ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് മന്ത്രിസഭാ തീരുമാനം ഒഴിവാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ തീരുമാനം ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. അന്തിമ തീരുമാനം എടുത്തതിനു ശേഷമോ, അന്തിമമായിട്ടൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ മന്ത്രിസഭാ തീരുമാനം, അതെന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. അഥവാ പ്രസ്തുത വിഷയം പൂർണ്ണമായതിനു ശേഷമോ, തീരുമാനമെല്ലാം എടുക്കുമ്പോൾ വിഷയം പൂർണ്ണമായി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ മന്ത്രിസഭാ തീരുമാനം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്താണ് ഒഴിവാക്കിയിട്ടുള്ളത്? തീരുമാനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഫയലുകളിൽ നിന്നും ഗവൺമെന്റ് സെക്രട്ടറിമാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അന്തിമ തീരുമാനം ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ മന്ത്രിസഭാ തീരുമാനം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. തീരുമാനത്തിന് ആ പ്രോസസ്സ്, അവിടെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല എന്നുള്ള കാര്യം ഓർക്കണം. അടുത്ത നോക്കിക്കേ, വിവരം വ്യക്തിഗതമായിരിക്കുന്നിടത്തും അതിന്റെ വെളിപ്പെടുത്തൽ പൊതു താല്പര്യവുമായോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായോ യാതൊരു ബന്ധമില്ലാത്തിടത്തും അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കുമെങ്കിലോ എന്ത് കിട്ടത്തില്ല? ആ വിവരം വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഒരാളുടെ തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു വിവരമാണ്, ഒരാളുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള വിവരം, അതിന് പൊതു താല്പര്യമായിട്ടോ
പൊതു പ്രവർത്തനവുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ള സ്വകാര്യ വിവരങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള തികച്ചും ഒരാളുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. നോക്കിയേ, മേലെ ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാം? നിരസിക്കാം. നമ്മളിപ്പോൾ 8ാമത്തെ സെക്ഷനിൽ ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ചോദിച്ച വിവരം 2005 വിവരാവകാശ നിയമത്തിന്റെ 8ാമത്തെ സെക്ഷൻ പ്രകാരം ഒഴിവാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ അപേക്ഷ നിരസിക്കാം, അല്ലെങ്കിൽ വിവരങ്ങൾ നിരസിക്കാം. അപ്രകാരം നിരസിക്കുമ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണോ നിരസിച്ചത് എന്നത് വ്യക്തമാക്കിക്കൊണ്ടും കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ഉത്തരവ് ഇറക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 8ാമത്തെ സെക്ഷനാണ്, ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ കുറിച്ച്. ഇനി അടുത്ത് നോക്കാം 9ാമത്തെ സെക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്നും 2-3 തവണ PSC നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള സെക്ഷനാണ് 9ാമത്തെ സെക്ഷൻ. ഓക്കെ, 9ാമത്തെ സെക്ഷനിലും ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റ് ചില കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതേ സ്റ്റേറ്റ്മെന്റ് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റ് ചില കാരണങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അങ്ങനെ ചോദിച്ച ആൻസർ 9 ആണ്. വിവരങ്ങൾ നിരസിക്കുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ വകുപ്പ് 8. അപ്പൊ 8, 9 ആൻസർ വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എപ്പോൾ ചോദിച്ചാലും 8, 9 ഓപ്ഷനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ വിവരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ 8. വിവരങ്ങൾ ഒഴിവാക്കാനുള്ള മറ്റ് ചില കാരണങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സെക്ഷൻ ഏതാണ്? 9. രണ്ടും അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, 8ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് തടസ്സം വരാതെ ഒരു കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ള അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാണെങ്കിൽ ആ വിവരം എന്ത് ചെയ്യാം? നിരസിക്കാം. അപ്പൊ പകർപ്പവകാശ ലംഘനം, ആ വാക്കാണ് നമ്മൾ ഓർത്തു വെക്കാനുള്ളത്. 9ാമത്തെ സെക്ഷനിൽ ഒഴിവാക്കിയിട്ടുള്ള എന്താണ്? പകർപ്പവകാശ ലംഘനം, കോപ്പിറൈറ്റ് ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. വേറെ കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം. ഇത് നോക്കിക്കുക, രാഷ്ട്രത്തിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതല്ലാത്ത എന്നും കൂടി ഓർക്കണം കേട്ടോ. പണ്ട് ഒരു ഓപ്ഷൻ അങ്ങനെയാണ് കിടന്നത്, സംസ്ഥാനത്തിൻ്റെതല്ലാത്തതാണ് പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കിടന്നത്. അപ്പൊ ആ വാക്കൂടെ ഓർക്കണം. രാഷ്ട്രത്തിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനം, അതായത് വ്യക്തികളുടെ പകർപ്പവകാശ ലംഘനമാണ് എവിടെ ഒഴിവാക്കിയിട്ടുള്ളത്? 9ാമത്തെ സെക്ഷനിൽ. സംസ്ഥാനത്തിന്റെ പകർപ്പവകാശ ലംഘനം എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. ഇതേ സ്റ്റേറ്റ്മെന്റ് അങ്ങ് കാണാതെ പഠിക്കുക. ഇത് തന്നെയാണ് ഓപ്ഷനിൽ കിടന്നത്. സംസ്ഥാനത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒഴിവാക്കിയിരിക്കുന്നത് വ്യക്തികളുടെ പകർപ്പവകാശ ലംഘനമാണ്. അതായത് ഇപ്പൊ കേരള സംസ്ഥാനത്തിന് ഒരു കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു പകർപ്പവകാശം ഉണ്ട്, ഒരു കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടത്? ഒഴിവാക്കിയിട്ട് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒഴിവാക്കലിനെ കുറിച്ച് പറയുന്നത് 8ാമത്തെ സെക്ഷനിലും 9ാമത്തെ സെക്ഷനിലും. ഇനി 10 നോക്കിക്കേ. 8ലും 9ലും ഒഴിവാക്കിയത് ഒഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും നൽകണമെന്നാണ് ഇവിടെ പറയുന്നത് 10ാമത്തെ സെക്ഷനിൽ. നോക്കിയേ, സെക്ഷൻ 10. ഒരപേക്ഷയിൽ സെക്ഷൻ 8, 9 പ്രകാരം ഒഴിവാക്കപ്പെട്ടത് ഒഴികെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം എന്ത് ചെയ്യണം? ലഭ്യമാക്കണം എന്നാണ് പറയുന്നത്.